ചരിത്രത്തിൽ നവംബർ 30 കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം. കമ്പ്യൂട്ടർ സുരക്ഷയെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുന്നതിനും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നല്ല സൈബർ സുരക്ഷാ രീതികൾ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും നവംബർ 30 കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം അഥവാ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ ആചരിക്കുന്നു. ആദ്യ അന്തർദേശീയ ഫുട്ബോൾ മത്സരം 1872 സ്കോട്ട്ലൻഡിലെയും ഇംഗ്ലണ്ടിലെയും ദേശീയ ടീമുകൾ തമ്മിലുള്ള അസോസിയേഷൻ ഫുട്ബോൾ മത്സരത്തെ ഫിഫ ആദ്യത്തെ അന്താരാഷ്ട്ര മത്സരമായി ഔദ്യോഗികമായി അംഗീകരിച്ചു. രാസയുദ്ധ ഇരകൾക്കുള്ള ആദരാഞ്ജലി എന്ന നിലയിൽ നവംബർ 30 രാസയുദ്ധ ഇരകൾക്കുള്ള ഓർമ്മ ദിനം അഥവാ ദി ഡേ ഓഫ് റിമെംബ്രൻസ് ഫോർ ഓൾ വിക്ടിംസ് ഓഫ് കെമിക്കൽ വാർഫെയർ ആചരിക്കുന്നു. ചരിത്രത്തിൽ ഡിസംബർ 1 1963 ഡിസംബർ 1 ഇന്ത്യൻ യൂണിയന്റെ 16ാമത്തെ സംസ്ഥാനമായി നാഗാലാൻഡ് അംഗീകരിക്കപ്പെട്ടു. ലോക എയ്ഡ്സ് ദിനം. ആഗോളതലത്തിൽ HIV/AIDS പകർച്ചവ്യാധിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രോഗം ബാധിച്ചു മരിച്ചവരെ അനുസ്മരിക്കുന്നതിനും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നു. ചരിത്രത്തിൽ ഡിസംബർ 2 അന്താരാഷ്ട്ര അടിമത്ത നിരോധന ദിനം. മനുഷ്യക്കടത്ത് തടയുന്നതിനും ചൂഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനുമായി ഡിസംബർ 2 അന്താരാഷ്ട്ര അടിമത്ത നിരോധന ദിനം അഥവാ ഇന്റർനാഷണൽ ഡേ ഫോർ ദി അബോളിഷൻ ഓഫ് സ്ലേവറി ആചരിക്കുന്നു. UAE രൂപീകരണം. 1971 ഡിസംബർ 2 അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖൈവൈൻ, ഫുജൈറ എന്നീ 6 എമിറേറ്റുകളെ ഒന്നിപ്പിച്ച് ഒരു ഫെഡറേഷൻ രൂപീകരിച്ചതോടെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE രൂപീകൃതമായത്. 7ാമത്തെ എമിറേറ്റ് ആയ റാസൽ ഖൈമ 1972 ഫെഡറേഷനിൽ ചേർന്നു. ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ജനാധിപത്യ സർക്കാരിനെ നയിക്കുന്ന ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി 1988 ബേനസീർ ഭൂട്ടോ തിരഞ്ഞെടുക്കപ്പെട്ടു. ഭോപ്പാൽ ദുരന്തം. 1984 ഡിസംബർ 2 ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിന്റെ കീടനാശിനി പ്ലാന്റിന് സമീപമുള്ള 5 ലക്ഷത്തിലധികം ആളുകൾ മീഥൈൽ അസോസൈനേറ്റ് എന്ന അത്യന്തം അപകടകാരിയായ വിഷവാതകത്തിന് വിധേയരായി. ലോകത്തിലെ ഏറ്റവും വലിയ ഈ വ്യാവസായിക ദുരന്തത്തിൽ സംഭവം നടന്നു 2 ആഴ്ചയ്ക്കുള്ളിൽ 8000 പേർ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. ചരിത്രത്തിൽ ഡിസംബർ 3 വികലാംഗരുടെ അവകാശങ്ങളും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി എല്ലാ വർഷവും ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനം അഥവാ ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസേബിൾഡ് പേഴ്സൺസ് ആചരിക്കുന്നു. ലോകത്തിലെ ആദ്യ മനുഷ്യഹൃദയ മാറ്റ ശസ്ത്രക്രിയ. 1967 ഡിസംബർ 3 ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കേപ്പ് ടൗണിലെ ഗ്രൂട്ട് ഷൂർ ആശുപത്രിയിൽ ദക്ഷിണാഫ്രിക്കൻ സർജൻ ക്രിസ്ത്യൻ ബർണാഡ് നടത്തിയത്. ആദ്യ SMS. ബ്രിട്ടീഷ് എഞ്ചിനീയറായ നീൽ പാപ്പ് വർത്ത് തന്റെ സഹപ്രവർത്തകന് അയച്ച മെറി ക്രിസ്മസ് എന്ന സന്ദേശമാണ് ലോകത്തിലെ ആദ്യത്തെ SMS. 1992 ഡിസംബർ 3 അദ്ദേഹം കമ്പ്യൂട്ടറിൽ നിന്നും ഒരു മൊബൈൽ ഫോണിലേക്ക് ഈ സന്ദേശം അയച്ചത്. ചരിത്രത്തിൽ ഡിസംബർ 4 അന്താരാഷ്ട്ര ബാങ്ക് ദിനം. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിനും ധനസഹായം നൽകുന്നതിലും ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും ജീവിതനിലവാരം മെച്ചപ്പെടുത്തുന്നതിലും ബാങ്കുകളുടെയും ബഹുമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രധാന പങ്ക് അംഗീകരിക്കുന്നതിനായി 2019 ഐക്യരാഷ്ട്ര പൊതുസഭ ഇന്റർനാഷണൽ ബാങ്ക് ഡേ സ്ഥാപിച്ചു. അന്താരാഷ്ട്ര ചീറ്റാ ദിനം. ചീറ്റകളുടെ വംശനാശ ഭീഷണി നേരിടുന്ന അവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഡിസംബർ 4 അന്താരാഷ്ട്ര ചീറ്റാ ദിനം അഥവാ ഇന്റർനാഷണൽ ചീറ്റാ ഡേ ആചരിക്കുന്നു. വന്യജീവി സംരക്ഷണ ദിനം. വേട്ടയാടൽ, കടത്ത്, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഭീഷണികളിൽ നിന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഡിസംബർ 4 ലോക വന്യജീവി സംരക്ഷണ ദിനം അഥവാ വേൾഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഡേ ആചരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനാ ദിനം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ നാവികസേനയുടെ പങ്കിനെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനം ആഘോഷിക്കുന്നു. നാവികസേനാ ഉദ്യോഗസ്ഥരുടെ ധീരതയും ത്യാഗങ്ങളും അംഗീകരിക്കുകയും നാവികസേനയുടെ പ്രവർത്തനശേഷി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണിത്. ചരിത്രത്തിൽ ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ആരോഗ്യമുള്ള മണ്ണിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണിന്റെ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ഡിസംബർ 5 ലോക മണ്ണ് ദിനം അഥവാ വേൾഡ് സോയിൽ ഡേ ആഘോഷിക്കുന്നു. ചരിത്രത്തിൽ ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം. മുൻപ് ഒരു ക്ഷേത്രം നിന്നിരുന്ന രാമജന്മഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് പള്ളി നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ട് ഹിന്ദു ദേശീയവാദികളുടെ ഒരു വലിയ ജനക്കൂട്ടം അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത ദിവസം. ഈ ആഴ്ചയിലെ ജന്മദിനങ്ങൾ. സസ്യങ്ങളുടെ വളർച്ചയും പ്രതികരണങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ച ജഗദീഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. 3 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ വാണി ജയറാമിന്റെ ജന്മദിനം. 3 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഉദിത് നാരായണന്റെ ജന്മദിനം.
മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്ന മുഹമ്മദ് ഖൈഫിന്റെ ജന്മദിനം. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത നടിയായിരുന്ന സിൽക്ക് സ്മിതയുടെ ജന്മദിനം. റിപ്പബ്ലിക് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനം. ഇന്ത്യയുടെ 8ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ആർ വെങ്കട്ടരാമന്റെ ജന്മദിനം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജിത് അഗാർക്കറിന്റെ ജന്മദിനം. പ്രശസ്ത ഇന്ത്യൻ ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയുടെ ജന്മദിനം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധിവാന്റെ ജന്മദിനം. ഇന്ത്യൻ ക്രിക്കറ്റ് ബോളർ ജസ്പ്രീത് ബുംറയുടെ ജന്മദിനം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രേയസ് അയ്യരുടെ ജന്മദിനം. ഓർമ്മപ്പൂക്കൾ. വീരകേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന കേരളവർമ്മ പഴശ്ശിരാജയുടെ ഓർമ്മ ദിവസം. മുൻ പ്രധാനമന്ത്രിയായിരുന്ന IK ഗുജറാളിന്റെ ഓർമ്മ ദിവസം. ഇന്ത്യൻ ഹോക്കിയിലെ മാന്ത്രികനായി വിശേഷിപ്പിക്കപ്പെട്ട ധ്യാൻചന്ദിന്റെ ഓർമ്മ ദിവസം. ബോളിവുഡ് ചലച്ചിത്രങ്ങളിലെ റൊമാന്റിക് നായകൻ എന്നറിയപ്പെട്ടിരുന്ന ദേവാനന്ദിന്റെ ഓർമ്മ ദിവസം. പ്രശസ്ത ബോളിവുഡ് നടനായിരുന്ന ശശി കപൂറിന്റെ ഓർമ്മ ദിവസം. മുൻ സുപ്രീം കോടതി ജഡ്ജായിരുന്ന VR കൃഷ്ണയ്യരുടെ ഓർമ്മ ദിവസം. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവായ നെൽസൺ മണ്ടേലയുടെ ഓർമ്മ ദിവസം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രിയും ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയുമായ ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ ഓർമ്മ ദിവസം.